അതിന് മറ്റൊരു പേരിട്ടോ അല്ലെങ്കിൽ അതിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അത്. നമ്മുടെ അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കടൽ കടന്ന് സംഗീതം കൊണ്ടുപോയി ആദ്യത്തെ പത്മശ്രീ നേടിയ ശ്രീ നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന അതുല്യ കലാകാരനെ ഇന്ന് ആരും സ്മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയമോ അല്ലെങ്കിൽ ഒരു സംഗീത മ്യൂസിയം തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ ചോദ്യം. താങ്ക് യു സർ. വളരെ നന്ദി സാർ. അടുത്തതായി വയനാട് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ സംവിധാനങ്ങൾക്കും ഇൻഡിപെൻഡൻറ്റ് സംഗീതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ റിക്വസ്റ്റ്. പുതിയ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. താങ്ക് യു. ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് നൂറ്റാണ്ടുകളായിട്ട് ചരിത്രപരമായിട്ടും ഒക്കെ അടിമത്തം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പൊതുസമൂഹത്തിൽ കുറേ ജനങ്ങൾ ഇന്ന് ഇതേപോലത്തെ ഒരു വലിയ വേദിയിൽ ഈ പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് മേഖലയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, അത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുപരി കേരളത്തിൽ കുറച്ചധികമാണ് എന്നുള്ളതിന് അടയാളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ വളരെ സന്തോഷവാനാണ്. അതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെൻറ് പ്രധാന കലാമേഖലകളിലും പട്ടികവർഗക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരമ്മ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് കേരളത്തിലുള്ള ഒരു സ്വീകാര്യത ഭയങ്കര കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും കോളനികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ ഒരു സ്ഥായിയായ പരിഹാരമാണ് ശ്രീ കെ രാധാകൃഷ്ണൻ്റെയും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലായി. പട്ടികജാതി പട്ടികവർഗ വികസന രംഗത്തുണ്ടായതുപോലുള്ള മാറ്റം തന്നെ കേരളത്തിൽ ആകമാനം ഉണ്ടായ മാറ്റവും നാം കാണേണ്ടതാണ്. അതിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഞങ്ങളും കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. റോഡ് വികസനം, ആരോഗ്യ പരിപാലനം, അതിലെല്ലാം ഉപരി വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം. പണ്ട് വിദേശത്ത് പോയിട്ട് കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത് പട്ടികജാതി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രശ്നം തന്നെയാണ്. ആ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് കുറേയധികം നടപടികൾ രണ്ടാം പിണറായി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ കാതലായ ഗൗരവം പരിശോധിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. 57ലെയും 67ലെയും ഗവൺമെൻറ് കാർഷിക ഭൂപരിഷ്കരണ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതിൻ്റെ പ്രയോജനം അന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടത്ര ലഭിച്ചിട്ടില്ല. ഇപ്പോഴും കേരളത്തിൽ നമ്മുടെ തോട്ടമുടമകളുടെയും മറ്റും അവർക്ക് അനുവദിക്കപ്പെട്ട ഭൂമിയിൽ കവിഞ്ഞിട്ടുള്ള ഭൂമി കൈവശം വെച്ചിട്ടുണ്ട്, കാലാവധി കഴിഞ്ഞ ഭൂമിയുണ്ട്. ഇത്തരം ഭൂമികൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അർഹമായ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സംവരണ നിഷേധം എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതിയോ? കഴിഞ്ഞ 9 വർഷം എടുത്താൽ PSC മുഖേന 2.25 ലക്ഷത്തിലധികം നിയമനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ളവയാണ്. ഇതിനു പുറമെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം